അങ്ങനെ രണ്ട് വാക്ക് സംസാരിച്ചത് കേസിനെ പറ്റി ഒന്നും അനുസരിച്ച് ഞങ്ങളിവിടെ വന്നില്ല. കേസിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ഒരു 1.5-2 ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് താമസിക്കുന്നത് 1-2 മാസത്തിനകത്താണ് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് താമസിക്കുന്നത്. അപ്പം നാട്ടുകാർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. കുഞ്ഞ് അവർ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരും, കാറ് കയറി പോവും. ഇതാണ് അയൽവക്കത്തുള്ളവർ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം നമ്മളെല്ലാം നാട്ടുകാരെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ തന്നെ അറിയുന്നത് ഈ ന്യൂസ് ചാനലിൽ ഇതിലെല്ലാം വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഈ കുട്ടിയെ കൈ ഒടിഞ്ഞപ്പം തന്നെ പോലീസിന് കേസ് കൊടുത്തു. പോലീസ് വന്നില്ല. 2 വട്ടം കൊടുത്ത്. ഈ കൊച്ചിന്റെ അമ്മയും കൊടുത്ത്, അമ്മയുടെ അമ്മയും കൊടുത്ത്. അമ്മയുടെ അമ്മയും എല്ലാം കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിനെ അവർക്ക് വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഇതെല്ലാം ഞങ്ങൾ ന്യൂസിൽ കൂടി അറിഞ്ഞ കാര്യങ്ങളാണ്. അവർ സംസാരിച്ചിട്ടുള്ള ഞങ്ങൾ ബൈറ്റ് കണ്ടിട്ടാണ് പറയുന്നത്. അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വിട്ടു നൽകണം എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് എന്തോ 5-ാം തീയതി എന്തോ സ്റ്റേഷനിൽ വിളിപ്പിക്കാം എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അതിനിടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞ സമയത്തിന് ഒരു കൈ ഒടിഞ്ഞ് 2 കൈ ഒടിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നില്ല. പോലീസ് കർശനമായിട്ട് തെളിവെടുത്താണെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കായിരുന്നു നമുക്ക്. ഈ ഏത് ആശുപത്രിയിലാണ് ഈ കുഞ്ഞിന് കൈ പ്ലാസ്റ്റർ ഇട്ടത്? അവർ പ്ലാസ്റ്റർ എന്നാ ഡോക്ടർ നോക്കിയാനായിരുന്നു. എങ്ങനെയായിരുന്നു ഡോക്ടർ ചെക്ക് ചെയ്തതായിരുന്നു. ഈ 51 മുറിവ് എന്തായാലും ഈ കൈ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം ഉണ്ടായതല്ല. ഈ കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകളല്ല അതിന് മുമ്പാണ്. അപ്പോൾ ഡോക്ടർ കണ്ടു. അവർ ആശുപത്രി കൊണ്ടുപോയിട്ടില്ല, ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്? കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് കൊടുത്തതിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോലീസ് ഇവിടെ വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ ഒന്നുകിൽ പിന്നെ അതിന് മുന്നേ ഈ നാട്ടുകാരെല്ലാം എന്താണ് പോലീസ് വന്നതെന്നുള്ള കുറിച്ചെല്ലാം ഇവിടെ ഏത് പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തുള്ള നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയാണിത്. വല്ലാത്ത ഒരു ദാരുണ സംഭവമായിപ്പോയി. ഞങ്ങൾ ഇവിടെ വരെ വന്നത് നാടിലല്ല, നാടിലും ജനങ്ങൾക്കും എല്ലാം ഇതല്ലേ ഒരു പിഞ്ചു കുഞ്ഞിനെ. അതല്ലേ ഇവിടെ ശാന്തമായ ഏരിയ. ജാതിയോ മതമോ രാഷ്ട്രീയമോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത നാടാണ്. രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ വാടകക്കാർ ഇനിയെങ്കിലും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല, വാടകക്കാർ വരുമ്പോൾ കൊടുക്കരുത്. അറിഞ്ഞും കേട്ടും അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം. ഇന്നലെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ അന്വേഷിക്കണം. ഞങ്ങളെ വാർഡിനകത്തൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ഒരു സമിതി. അപ്പോൾ പഞ്ചായത്ത് മെമ്പർ മറുപടി പറഞ്ഞാൽ ഒരു സമിതി രൂപീകരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ ജാതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ഇതിനെക്കുറിച്ചൊരു തീരുമാനമാക്കിയിട്ട് മാത്രമേ വാടകയ്ക്ക് എടുക്കാൻ സമ്മതിക്കുള്ളൂ എന്നുള്ള രീതിയിലോട്ട് ഇന്നലെ ഞങ്ങൾ സംസാരിച്ച് നാട്ടിലല്ലാണ്ട് എല്ലാ പാർട്ടിക്കാരും കൂടെ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം മെമ്പറും ആ ഒരു രീതിയിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര പ്രയാസമായിപ്പോയി വാർത്തകൾ കണ്ടപ്പെടുത്തി. അതാണ് ഞങ്ങൾ ഇത്രയും ദൂരെ വന്നത് അന്വേഷിക്കാൻ. അവരെ ബന്ധുക്കാരെ കണ്ട് സംസാരിക്കാനാണ് വന്നത്. ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞു. അതല്ല, ആ കുഞ്ഞിന്റെ തുണിയെല്ലാം കൊണ്ടുവന്ന രാത്രി തന്നെ തീയിട്ട് നോക്ക്. നമ്മൾ ശക്തമായില്ല. 95-67 25-65 25-11-76.